എങ്ങനെയെങ്കിലും എൻ്റെ ഇഷ്ടം അവളോട് തുറന്ന് പറയണം. നീ ഇങ്ങനെ ഇഷ്ടം മനസ്സിൽ വെച്ചോണ്ടിരുന്നോ? അവസാനം വല്ലവനും ഒന്ന് കൊത്തിക്കൊണ്ടു പോകും. നീ റെഡി പറയടാ. നീ വാ, നമുക്ക് ആ ചേട്ടന്മാരോട് ചോദിക്കാം. അവരെന്തോ പറയാനാ? നിനക്കറിയാമോ, ആ ചേട്ടന്മാർ എന്തോ നല്ല കാര്യമൊക്കെ ചെയ്ത് ഇവിടെ ഫേമസ് ആയതാ. അതിലൂടെ ആ ചേട്ടൻ്റെ ലൈന് സെറ്റായി. നീ വാ. ചേട്ടന്മാരെ, നിങ്ങൾക്ക് നാട്ടിൽ നല്ല വിലയാണല്ലോ. എല്ലാവരും പറയുന്നത് നിങ്ങളെ കണ്ട് പഠിക്കാനാ. തന്നെ ഞങ്ങളോട് ആരും പറഞ്ഞില്ലല്ലേ? നിനക്കൊക്കെ എന്താ വേണ്ടേ? രാവിലെ ഇറങ്ങിക്കോളും മനുഷ്യന്റെ സൗകര്യങ്ങളെ. ചൂടാകില്ല ചേട്ടന്മാരെ, ഞങ്ങൾക്ക് നിങ്ങളുടെ കഥ അറിയണം. ചേട്ടൻ ലവറിന് ചേട്ടനെ കിട്ടിയ കഥ അതറിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ. ഇതൊക്കെ നിങ്ങളോടാരും പറഞ്ഞു? ഞങ്ങളുടെ ഫ്രണ്ട്സ് പറഞ്ഞതാ. ഓ, ഈ ഫാൻസി പിള്ളേരെ കൊണ്ട് തോറ്റു. എന്തായാലും നിങ്ങൾ ചോദിച്ചല്ലേ, കേട്ടോ. ഞാനും ഇവരും ഒരു പണിയില്ല നടക്കുന്ന സമയം ഞങ്ങളൊരു ഗതിയുമില്ലാതെ അങ്ങനെ നടന്നു. നടന്നു വലഞ്ഞ് ഞങ്ങളൊരു ബസ് സ്റ്റോപ്പിൽ വന്നിരുന്നു. അവിടെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവനൊരു പൊതി കിട്ടി. അതെടുത്ത് നോക്കിയപ്പോൾ അതൊരു ചെറിയ പാസ്പോർട്ടായിരുന്നു. ഞങ്ങളതിൻ്റെ ഉടമയെ തേടി യാത്രയായി. കയ്യിലാണെന്നേ ആ പൈസയില്ല. ഓ, അങ്ങനെ ഞങ്ങൾ ഒരു വിധം കഷ്ടപ്പെട്ട് നടന്ന് അയാളുടെ വീട് തേടി ചെന്നു. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പിന്നെ ഞങ്ങൾ അയാളുടെ വീട്ടിൻ്റെ മുറ്റത്ത് ചെന്ന് നിന്നു. ഇവിടെ ആരുമില്ലേ? ആരാ? എന്ത് വേണം? ഞങ്ങൾക്കൊരു സാധനം കളഞ്ഞു കിട്ടി, അത് തരാൻ വന്നതാ. ഇതല്ലേ ജോർജിൻ്റെ വീട്? അതെ, അത് ഞാനാ. ഇത് സാറിൻ്റെ ആണോ നോക്കി? എടി ലിസിയേ, ഇത് കണ്ടോടി. കേറിയിരു മക്കളെ. വാ. അമ്മേ, മക്കളെ, ദൈവം രക്ഷിക്കും. ഇപ്പം ഇങ്ങനെ മനസ്സുള്ള കുഞ്ഞുങ്ങളെ കാണാൻ തന്നെ പ്രയാസമാണ്. മക്കളെ എവിടുന്നാ? കുറെ ദൂരേന്നാ. എന്നാ ഞങ്ങൾ കിടക്കോട്ടെ. നിൽക്കും മക്കളെ, ചായ കുടിച്ചിട്ട് പോവാം. എടി ലിസിയേ, അതിങ്ങ് എടുത്തടി. അതായിരുന്നു എൻ്റെ ലിസി. അണ്ണാ ഭയങ്കരം തന്നെ. എന്തായാലും ഇതുപോലെ വല്ലതും നടക്കുമെന്ന് ഞങ്ങളും നോക്കട്ടെ. പാടാ മനു. എടാ നാരി, ഏതാടാ ഞാൻ അറിയാത്ത ലിസി നിന്റെ ജീവിതത്തിൽ? അത് ഞാൻ ഇന്നലെ രാത്രി സ്വപ്നം കണ്ടാലിയാ. ആ, വലിയ ചെയ്തായി പോയി. പിന്നെ യഥാർത്ഥം നടന്നെന്താ ഞാൻ അമ്മണ്ടമാരോട് പറഞ്ഞായിരുന്നു. ഓ, നീ എന്നെ അത് ഓർമ്മിപ്പിക്കല്ലേ. നടക്കുന്ന കാര്യമില്ല, നീ പോയി. ഒന്ന് പാടി ഇവിടെ വെയിലും ഭയങ്കര വെയില്.
നമുക്ക് ഈ നാടിന് വേണ്ടി എന്തെങ്കിലും നല്ല ചെയ്യണം. ശരി അളിയാ. ഞാൻ ഇന്നലെ നിവംപോളിയുടെ വടക്ക സെൽഫി ഉണ്ടായിരുന്നു. നമുക്കും അതുപോലെ എന്തെങ്കിലും ചെയ്യണം. അതെ അളിയാ, അങ്ങനെ നടന്നാൽ സുഖമായിട്ട് വളയ്ക്കാം. വാ പോവാം. അല്ലയാ, വെള്ളം മേടിക്കാൻ കാശുണ്ടോ? 5 പൈസയില്ല. എവിടുന്നാളിയാ കാശ്? ശവം. നീ വാ, നമുക്ക് അവിടെ ഇരിക്കാം. നടന്ന് ഊപ്പാട് വന്നു മനുഷ്യൻ്റെ. അളിയാ, എനിക്ക് കിട്ടും വയ്യടാ. ഒരുത്തനെ പോലും കാണുന്നില്ലല്ലോ. അളിയ ദേ ഒരു പൊതി. എന്ത് പുതിയോ? എവിടെ തന്നെ? വല്ല ബോംബും ആയിരിക്കോടേ. ഒന്ന് പോടാ നാറി, മനുഷ്യനെ പേടിപ്പിക്കാതെ. കണ്ടാലേ അറിയാം കാശ. നീ വാ, പെട്ടെന്ന് വാടാ. നീ ഒന്ന് ഓടി വാ. അങ്ങോട്ട് കയറാം. ഓടി, നീ ഒന്ന് ഓട്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് വാടാ. നീ ഓടണം ഒന്ന്. ഇതുകൊണ്ട് അങ്ങോട്ട് വരും. ഓട് 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 ഓടിപ്പോയി. തുറക്കടേ, തുറക്കൂല്ല ഇവിടെ. തുറക്കടാ. പാസ്പോർട്ട് എടുത്ത് കളയടാ. ഉണ്ടായി ഇത് ചിലപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥൻ്റെ കൊണ്ട് കൊടുത്താൽ ക്യാഷ് വല്ലതും കിട്ടിയാലോ? അത് ശരിയാളിയാ. നീ പേര് നോക്ക്. പുലിക്കാട്ടിൽ ഷാജി. പേര് കേട്ടിട്ട് ക്യാഷ് ചെയ്യുമെന്ന് തോന്നുന്നു. നീ വാ വാ. അളിയാ, നീ പറയുന്ന സ്ഥലമാണെങ്കിലേ ഇവിടുന്ന് 20 കിലോമീറ്റർ ഉണ്ട്. ക്യാഷ് വല്ലതും ഉണ്ടോ കയ്യിൽ? എൻ്റെ കയ്യിൽ എവിടുന്നാളിയാ കാശ്? എൻ്റെ കയ്യിലാണേ 2 രൂപ കാണും. ഡാ, നീ വാ, അവിടെ ചെന്നാൽ ചിലപ്പോൾ ക്യാഷ് വല്ലതും കിട്ടിയാലോ? വാ പോവാ. നീ എന്തു എനിക്ക് പറഞ്ഞേ? ഇവിടെ അടുത്തില്ലേ? പോയി കഴിയുമ്പോൾ കാശ് വല്ലതും കിട്ടിയാലോ? കിട്ടും. നീ എത്തൊന്നുമില്ല. ചുമ്മാ ഭയങ്കര വെയിലേ. നീ ഒന്ന് പാടാ മിണ്ടാതെ. ഒരു കുന്ന് ഒരു മല. ഞാൻ എന്തായാലും 5000 ചോദിക്കും. 5000 അല്ലേ? സാരമില്ല. പണ്ടാരും എത്തുന്നില്ലല്ലോ. വാ. ഓക്കെ, കണ്ടും പാടേ. പാമ്പൊക്കെ കാണും. കാടാന്ന് തോന്നുന്നുണ്ട്. വലിയായിട്ടൊന്നും കാണത്തില്ല. ചെറിയ പുലിയൊക്കെ കാണും. പുലിക്കാട്ടിൽ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചിട്ടാണ്. പോയിട്ടോ ചേട്ടോ, ഈ പുളിർ ഇങ്ങോട്ട് മാറിക്കട പ്രാന്ത. ചേട്ടാ, ഈ പുലിക്കാട്ടി ചായയുടെ വീട് എവിടെയാണെന്നറിയോ? എത്തി. പക്ഷെ ഇപ്പൊ അവരവിടെ അല്ല താമസം, തല മാറിപ്പോയി. ഇപ്പൊ എവിടെയാ? 10 കിലോമീറ്റർ എങ്കിലും കാണും. വാ. 2 കുന്ന് 2 മല. ഞാൻ എന്തായാലും 10000 ചോദിക്കും. കിട്ടിയാ മതിയായിരുന്നു. ഞാൻ മേടിക്കും. നീ കണ്ടോ? വാ. പണ്ടാരം പിടി സ്ഥലം ഒന്നും എത്തുന്ന പോലില്ലല്ലോടാ. നീ വാടേ. ദാ എത്തി. വാടേ.
നീ എന്തായാലും അവിടെ വരുമ്പോൾ ക്യാഷ് ചോദിക്കണം. ചോദിക്കാളിയാ, നീ വാ. പേരിട്ടത് ഹെവിറ്റികളെ കണ്ടാൽ മതിയായിരുന്നു. എത്തിയെന്ന് തോന്നുന്നു, വാ. ഇതാ കാണുന്നതാണെന്ന് തോന്നുന്നു. വീട് കണ്ടിട്ട് ക്യാഷ് ലുക്കൊന്നും ഇല്ലല്ലോ അളിയാ. നീ എന്തായാലും വാ, നോക്കാം. കിട്ടിയാൽ മതിയായിരുന്നല്ലോ. വിളിക്കാം, വാ. ഷാജിയേട്ടാ. ഷാജിയേട്ടാ, ഇല്ലയോ? ഷാജിയേട്ടാ, ഷാ. എല്ലാം കിട്ടി. ആരടാ നീയൊക്കെ? മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കാലേ? ഏതോ ഈ ജീവി. ഏതാടാ നീയൊക്കെ? എന്തു വേണം? ഡാ, നിന്നോടൊക്കെയാ ചോദിച്ചേ, എന്തു വേണം? ഒരു പാസ്പോർട്ട് കളഞ്ഞിട്ട് അത് തരാൻ വന്നാ. എവിടെ? ഇതാ. ഞങ്ങൾ കുറേ ദൂരേന്നാ വരുന്നത്. വല്ലവും എന്താ? അല്ല, ഞങ്ങളങ്ങോട്ട് പോയിക്കോട്ടെ എന്നാ. ശരി. ഡാ, ഒന്ന് നിന്നേ. ഇതിൽ വെച്ച് 1500 രൂപ കാണുന്നില്ലല്ലോ. ഇവന്മാരിതെവിടെ പോയി? ഓടിക്കോടാ. ഈശ്വരാ, രക്ഷപ്പെട്ടെ എൻ്റെ പൊന്നോ. അമ്മേ, ഒരു മറുതാൻ ക്യാഷ് ടീമെ അല്ല, മറുതയുടെ രക്ഷപ്പെട്ടു. സത്യം. നിന്റെ ഒടുക്കത്തെ ഒരു പാസ്പോർട്ട് നിന്നോട് അപ്പോഴേ പറഞ്ഞാൽ വേണ്ടെന്ന്. എന്തേ അവിടെ വന്നപ്പോൾ നിന്റെ സൗണ്ടൊന്നും കേൾക്കാഞ്ഞത്? എന്തൊക്കെയോ ചോദിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അളിയാ, എന്തായാലും നടന്നത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. നീ വേറെ ആരോടും പറയണ്ട. ഒന്നാമതേ ചീത്തപ്പേരാ, ഇതും കൂടി ആയാലോ? ആ, അതൊക്കെ ഞാൻ ഏറ്റു. നീ കൂടെ നിന്ന് തന്നാ മതി. എന്തായാലും ആ മണ്ടന്മാര് നമ്മൾ പറഞ്ഞ് വിശ്വസിച്ചു. എന്നാലും അളിയാ, അത്ര വിദഗ്ധമായി 1500 അടിച്ചോണ്ടവനായിരിക്കും. ആർക്കറിയാം. നീ വാ. ബാബു, ആ മണ്ടന്മാർ പറഞ്ഞതാ നമ്മൾ വിശ്വസിക്കുന്ന അമ്മർ വിചാരം. സത്യത്തിൽ ഇങ്ങനെ 2 മണ്ടന്മാരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അമ്മമാർക്ക് അറിയില്ലല്ലോ 1500 നമ്മളാണെന്ന്. എന്തായാലും അവന്മാർ ഇതിനെ ആരോടും പറയാൻ പോകുന്നില്ല.